അങ്ങനെ നമ്മൾ നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് പെരുന്നാളിന്റെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ പണിക്കിറങ്ങി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ലീവാണ്, വെള്ളിയാഴ്ചയാണ്. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, വെള്ളിയാഴ്ച നമുക്ക് എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും. നല്ല അടിച്ചാപൊളി ബീഫ് ഫ്രൈ ചെയ്യുന്നു. പക്ഷെ എന്തോ ചെറുതായിട്ട് പണി അങ്ങോട്ട് പാടി ഒന്നുമില്ല, ചെറുതായിട്ട് അടി പിടിച്ചതാണ്. നമ്മളെ ശ്രദ്ധ കുറവ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. كيف الحال انت كويس؟ ايش تسوي انت؟ في اكل جنبك انت ولا ايش؟ هذا ما في نفر، هذا حمار ولا بنت؟ هذا حمار، هذا حمار. هذا حمار؟ ايوه هذا حمار نفر. هذا كبير حمار، هذا في ورق. والله هذا نفر مشكلة. ما في مشكلة، هذا نفر كويس. هذا في تبلة سردة بكة كويس. هذا 100 تبلة. هذا ما في كويس. هذا كويس. ചങ്ങായി വന്നിട്ട് അറബിയിൽ എന്തൊക്കെയാ പറഞ്ഞിട്ട് നമ്മളെ പിരാന്താക്കുക. അതിന്റെ കൂടെ നമ്മളെ ബിരിയാണി ഒക്കെ സെറ്റ് ആയിക്കണം. അവിടെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ചിട്ട് നമ്മള് ആള് കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുളിയൊക്കെ നേരത്തെ കഴിച്ചണം, അല്ലെങ്കിൽ ചുടുവെള്ളം കിട്ടും. ചുടുവെള്ളം അല്ലാതെ കുളി നടക്കൂല. പിന്നെ ഈ സാധനം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വരുത്തിയതാണ്. സൺസ്ക്രീൻ ഇല്ലാതെ ഇവിടെ നടക്കൂല. സംഭവം ഇവിടെ ചൂടൊന്നും ഇല്ല പറയാൻ മാത്രം ഉള്ളത്, എന്നാലും ഒരു സേഫ്റ്റി. ഇന്നും കൂടെ ആവശ്യമുള്ളത് ലിബാമാണ്. ഇത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാലാവസ്ഥ കൊണ്ട് നമ്മളെ ചുണ്ടക്കാകെ പൊട്ടി ഒരു വിധം. ഉച്ചക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പും കിട്ടോ, നല്ല കാറ്റാണ്. അതിന്റെ കൂടുതലുള്ള തണുപ്പാണ്. നമ്മൾ 1-2 ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. റാഫിക്ക് നമ്മളെ പാകിസ്ഥാനി കാണിച്ചു കൊടുക്കുന്ന ചെരുപ്പൊക്കെ പുതിയത്. എന്റെ ചെരുപ്പ് രസം, എന്റെ ചെരുപ്പ് രസം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും ഭയങ്കര കച്ചറ. അതിന്റെ ഇടയിൽ എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടാന്ന് പറഞ്ഞപ്പോൾ തണുത്ത് വരച്ച് നിൽക്കുക. പുറത്തെ തണുപ്പ് കൊള്ളണ്ടാച്ചിട്ട് എല്ലാവരും വേഗം വണ്ടി കയറിയിരുന്നു. നമ്മളൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഏറെ കുറെ കഴിഞ്ഞിട്ടോ. അതുകൊണ്ട് നമുക്ക് മുന്നേ പോയിരുന്ന പള്ളിക്ക് തന്നെ പോകേണ്ടി വന്ന്. ആ നിസ്കാരം തുടങ്ങാട്ട് മുന്നേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ജുമ കഴിഞ്ഞ പാട് ഭയങ്കര തിരക്കാവും അവിടെ. ചില ആൾക്കാരൊക്കെ വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തു നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. വെള്ളിയാഴ്ച നമുക്ക് ഷൂടൽ നടക്കൂല കേട്ടോ. എന്റെ ഷൂ ആണെങ്കിൽ വെള്ളയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പിട്ടിട്ടാ പോകുന്നത്. അതന്നെ ആകെ ചവിട്ടി ഇരപ്പാക്കിക്കണം. ഓരോരുത്തരും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ കാത്തുക്കണം. അവിടെ മരം കണ്ടില്ല, ഏതാ രസം കാണാൻ. ഇവിടെ തണുപ്പുള്ള സ്ഥലം, അതുകൊണ്ട് പല ഐറ്റം ചെടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജിദ്ദക്ക് കുറച്ച് കൊണ്ടുപോയി ചെയ്തിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും വണ്ടി കയറി നമ്മൾ റൂമിലെത്തി. നമ്മളെ ബിരിയാണിന്റെ ദമ്മം പൊടിച്ച് നമ്മൾ കഴിക്കൽ തുടങ്ങി. അടിപൊളി ബിരിയാണി ആയിരുന്നു, പക്ഷെ ഒന്ന് മാത്രം പാളി ബീഫ്. അത് നോക്കിയിട്ട് കാര്യമില്ല, ഇടക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബിരിയാണി കഴിച്ചതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങി വൈകുന്നേരം എണീറ്റ് നേരെ ബഗാലെ പോയിട്ട് ചായക്കടിക്ക് എന്തെങ്കിലും കൊടുക്കണം. വൈകുന്നേരം ചായക്കടിക്ക് എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവും. ഇന്നിപ്പോ ചായക്കടിക്ക് നമുക്ക് ബിസ്ക്കറ്റാണ് കിട്ടിയത്. നല്ല തണുപ്പത്ത് നല്ല കട്ടൻ ചായ ഇങ്ങനെ ഉണ്ടാവും, അടിപൊളി ആവൂലേ. ഡ്രസ്സൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അലക്കുള്ളൂ. ഏറെക്കുറെ എല്ലാവരും കഴിഞ്ഞ് എനിക്ക് രാത്രിയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ തന്നെ വൃത്തിയാക്കണം, പുറത്തുനിന്ന് ആൾ വരില്ല. വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അവിടെ കറങ്ങണോണ്ട് കേട്ടോ. ഇടയിൽ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് നേരെ മേലെ കൊണ്ടുപോയി ഇടണം. അവിടെ കൊണ്ടുപോയി ഇട്ടാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് സംഭവം നമുക്കിത് ഉണങ്ങി കിട്ടും. രാത്രി ആണെങ്കിലും നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നമുക്കിത് ഒരു 3 മണിക്കൂർ വേണ്ട ഉണങ്ങാൻ. നമ്മൾ താമസിക്കുന്നിടത്ത് മേലെ കയറിയാക്കിയാൽ നമുക്ക് കൊറിയാത്തിന്റെ ഏകദേശം ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ല രസമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ. പിന്നെ ഒന്ന് താഴത്തിറങ്ങി റോട്ടുമ്മ കൂടെ ഒന്ന് ഇങ്ങനെ നടന്നു നോക്കി. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പോഴാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു സൗദി പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൂടി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട്. അത് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഒരു പാകിസ്ഥാനി ഹോട്ടലിലേക്ക് വന്നത്. രാത്രിക്കത്തെ ഫുഡ് അവിടെ നമ്മളൊരു മിക്സഡ് ഗ്യാങ് ആയതുകൊണ്ട് ഓരോരുത്തർക്ക് വ്യത്യസ്ത ഭക്ഷണങ്ങൾ. നമ്മളെ കൂട്ടത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരും. അതൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ റൂമിലെത്തി. ഇനി ഉറക്കം തന്നെ, നാളെ പിന്നെ പണിക്ക് പോകണം. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരണ്ടേ.